Okay, good morning all of you. അപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആകെ കുറച്ച് കാര്യങ്ങൾ അല്ലേ? കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ അല്ലെ? അതിനുശേഷമുള്ളതാണ് നമുക്കിപ്പോ പഠിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ കുറച്ച് വേർഡ്സുകളെല്ലാം വരുന്നുണ്ട് അല്ലെ? വള്ളം എന്നുള്ള ആ പാഠത്തിൽ നമുക്ക് എന്ത് ചെയ്തു? പിള്ള, വള്ളി, തുള്ളി, മുള്ള് എന്നൊക്കെ എഴുതേണ്ടി വന്നു. അപ്പോഴും മിസ്സിന് തോന്നി ഒന്ന് ചിഹ്നങ്ങളെ പഠിപ്പിക്കാന്നല്ലേ? ചിഹ്നങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഇനി ചിഹ്നങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങളില് ഫസ്റ്റ് ആ എന്ന ചിഹ്നമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? ആ എന്ന നമ്മൾ കഴിഞ്ഞ UKG ക്ലാസ്സിൽ കുറച്ച് ചിഹ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ മക്കൾക്കും ഓർമ്മയുണ്ടോ നോക്കണല്ലോ അല്ലെ? അപ്പൊ അതില് UKG ക്ലാസ്സിൽ പഠിച്ച ആ എന്ന അക്ഷരം എങ്ങനെയാണ് ആ എന്ന ചിഹ്നങ്ങളെ നമ്മൾ കാണിക്കുക? എങ്ങനെ എഴുതി കാണിക്കുന്നത്? എന്താണോ എന്ന് പറഞ്ഞേ, എങ്ങനെ എഴുതി കാണിക്കും ആ എന്ന ചിഹ്നം? നോക്കാം നമുക്ക്. ഇപ്പൊ മാല എന്നൊക്കെ എങ്ങനെ എഴുതാ? അപ്പൊ ചിഹ്നങ്ങൾ എങ്ങനെയാ വരുന്നത്? വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങള് ചേരുമ്പോഴാണ് ചിഹ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? അപ്പൊ നമുക്കിപ്പോ മാല എന്ന് എഴുതണമെങ്കിൽ ചിഹ്നങ്ങൾ എവിടെ വേണം? മാ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ചിഹ്നം ആ എന്ന ചിഹ്നം എഴുതണം അല്ലെ? അപ്പൊ ആ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ UKG ക്ലാസ്സിനൊക്കെ. അറിയോ എല്ലാ മക്കൾക്കും? All of you take your slate. Okay, Ishan. Very good. ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ ചിഹ്നങ്ങള് ആ എന്ന ചിഹ്നം അല്ലെ? ആ എന്ന ചിഹ്നം എങ്ങനെയാ? ഏതാ ഇനി സ്വരാക്ഷരങ്ങള്? സ്വരാക്ഷരങ്ങളൊന്നും മറക്കരുത് ആരും. വ്യഞ്ജനാക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള്, ചിഹ്നങ്ങള്, ചില്ലക്ഷരങ്ങൾ ഇതൊക്കെ നമ്മള് ബേസ് ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം അല്ലേ? അപ്പോ നമ്മൾ ആദ്യമായിട്ട് ചിഹ്നങ്ങൾ പഠിക്കാൻ പോകുന്നു. കാരണം നമ്മുടെ കൂടെ പുതിയ കുട്ടിയുണ്ട് അല്ലെ? മലയാളത്തിലൊക്കെ കുറച്ച് കുറഞ്ഞ കുട്ടികളുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെ? അപ്പോ ചിഹ്നങ്ങളില് ആ എന്ന ചിഹ്നം ജസ്റ്റ് ഓക്കെ കാശിനാഥ്, വെരി ഗുഡ് വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. ഒന്ന് സ്ലേറ്റ് എടുത്തേ മക്കള്. സ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ എന്ന ചിഹ്നം അല്ലെ? എന്താണ് ഇഷാൻ? സ്ലേറ്റ് ഇല്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, ഏതിലായാലും എഴുതി കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നൈജലിന് എന്താണ് പറയാനുള്ളത്? നൈജലെ പറഞ്ഞു. പ്രസന്റ് ആദ്യം ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഞെക്കിയപ്പോഴത്തേക്ക് അതില് വൈദ്യരെന്നെല്ലാം വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പ്രസന്റ് എഴുതണം. പ്രസന്റ് എഴുതാൻ പഠിച്ചുള്ളൂ നിങ്ങൾ എല്ലാവരും അല്ലേ മക്കളെ? ഓക്കെ, അപ്പോ നമ്മൾ ചിഹ്നങ്ങളിൽ ആദ്യത്തെ ചിഹ്നമായ ആ അല്ലെ? മാല, പാവ, പാത എന്നൊക്കെ എഴുതുമ്പോ ചിഹ്നങ്ങൾ നമുക്ക് യൂസ് ചെയ്യണം അല്ലെ? ഏത്? വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഏത്? ആ എന്ന സ്വരം ചേരുമ്പോഴാണ് ആ ഉച്ചാരണം വരുന്നത് അല്ലെ? അപ്പൊ ഏത് അക്ഷരാണോ നമ്മൾ എഴുതുന്നത് അതിനോട് ആ വരുമ്പം പായാണെങ്കിൽ പാ, വായാണെങ്കിൽ വാ അല്ലെ? പിന്നെയോ കായാണെങ്കിലോ കാ, ഇങ്ങനെയൊക്കെ വരും. മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, ഓർമ്മയുണ്ടോ? അപ്പൊ ഗാത്രി പഠിച്ചില്ല അല്ലെ ഗാത്രി കുട്ടി? അപ്പൊ ശ്രദ്ധിക്കണേ. അപ്പൊ ചിഹ്നങ്ങളില് ആദ്യത്തെ എന്താണ്? ആ അല്ലെ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ആ എന്ന ചിഹ്നം അല്ലെ? ആ എന്ന ചിഹ്നം എങ്ങനെയാ എഴുതേണ്ടെന്ന് അറിയോ? ഈ ആന്ന് ഉച്ചാരണം, അതായത് വ്യഞ്ജനങ്ങളുടെ കൂടെ ഈ അക്ഷരം, അതായത് ആ എന്ന സ്വരം വരുമ്പോഴാണ് ഏത്? ആ എന്ന ഉച്ചാരണം വരുന്നത്. അപ്പൊ ഏതാ ചിഹ്നം യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതാ. ആ
മനസ്സിലായില്ലേ? അപ്പൊ കായാണെങ്കിൽ എന്ത് വരും? ദാ ഹൈഫനാണ് അത്. ആ എന്ന ചിഹ്നം. ഓക്കെ, നൈജൽ ഓർക്കാൻ നോക്കുന്നുണ്ടോ? ഓക്കെ, ആ എന്ന ചിഹ്നം അല്ലെ? കണ്ടോ എല്ലാ മക്കളും? അപ്പൊ മാല എങ്ങനെ എഴുതുവാന്ന് നോക്കിയ എല്ലാ മക്കളും? മാല. ഓക്കെ, മാല, പാവ, പാത. ഇതൊക്കെ എഴുതുമ്പോ ഏത് ചിഹ്നാണ് യൂസ് ചെയ്യേണ്ടത്? ആ എന്ന ചിഹ്നം അല്ലെ? ഓക്കെ, ഋതുദേവെ മനസ്സിലായോ? ഓക്കെ, അപ്പോ പാവ ഒന്ന് എഴുതി നോക്കിയേ. എക്സാമ്പിളില് പാവ ഏതാണ് അക്ഷരം? പാ എന്ന അക്ഷരം ഓർമ്മിക്കുക. നെക്സ്റ്റ് ചിഹ്നമായ ആ എന്ന ചിഹ്നം ഇടുക. നെക്സ്റ്റ് വ എഴുതും. നമ്മൾ പഠിച്ച അക്ഷരമാണല്ലേ വ. കണ്ടോ? പാവ. നെക്സ്റ്റ് ഇപ്പൊ പാത ആണെങ്കിലോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ഭവിക. പാവയാണെങ്കിലോ എങ്ങനെ എഴുതും നമ്മള്? പാവ പറഞ്ഞു. നെക്സ്റ്റ് മാല ആണെങ്കിൽ നോക്കാം. ഉദാഹരണമാണ് ഇവിടെ എഴുതുന്നത്. മിസ് മക്കള് നല്ല പോലെ ശ്രദ്ധിക്കണം. ഇല്ല, ജസ്റ്റ് എക്സാമ്പിളേ മിസ് പറയുന്നുള്ളൂ. അതിതാ പാവ മാല. അപ്പോ ആ എന്ന ചിഹ്നം ഏതൊക്കെ വ്യഞ്ജനങ്ങളുടെ? പാ എന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ആ എന്ന ഏത് സ്വരം കൂടി ചേർന്നപ്പോൾ പാട്ടോ. അപ്പൊ അത് മനസ്സിലേക്ക് ഓടി വരെ എഴുതുമ്പം നിങ്ങൾക്ക് എഴുതാൻ ഇനി കൂടുതൽ ചിഹ്നങ്ങളാണ് യൂസ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് മിസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ മാല, പാവ. അപ്പൊ നിങ്ങൾ എവിടെയും നോക്കണ്ട അല്ലെ? നമ്മൾക്ക് ചിഹ്നങ്ങളും അക്ഷരങ്ങളും അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ എവിടെയും നോക്കണ്ട അല്ലെ? ഓ, അപ്പൊ പാവ, മാല, പാത ഇതൊക്കെ എഴുതാൻ അറിയാലോ ഇനി നിങ്ങൾക്ക് ഇല്ലേ? ആ എന്ന അക്ഷരം അറിയാ, ആ എന്ന ചിഹ്നം അറിയാ, പിന്നെന്ത് ചെയ്യണം? പാത. ഓക്കെ, അപ്പോ ഇതാണ് ആദ്യത്തെ ചിഹ്നങ്ങൾ. ഇത് മിസ് കളിന്ന് ഏത് ഈ എക്സാമ്പിൾ എഴുതിയത്. അപ്പൊ ആ എന്ന ചിഹ്നമാണ്, കാണുന്നുണ്ടല്ലോ? ആ എന്ന ചിഹ്നമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഏത് വ്യഞ്ജനങ്ങളുടെ കൂടെയും ഇ അല്ലെ? ഇ ആണ് നമുക്ക് എഴുതേണ്ടത്. ആ ഇ ആണ് മൂന്നാമത്തെ അക്ഷരം അല്ലെ? സ്വരാക്ഷരങ്ങളിൽ മൂന്നാമത്തെ അക്ഷരം ഇ. ഇ എന്ന അക്ഷരം ചേരുമ്പോൾ എന്താവും? എങ്ങനെയാ ചെയ്യാ? ചിഹ്നങ്ങൾ എങ്ങനെയാ വരുക? ഇപ്പൊ കീ ആണെങ്കിൽ എന്താണ്? ഇതാ ഈ ചിഹ്നമായിട്ടുണ്ട് കായുടെ കൂടെ. ഓക്കെ, വള്ളി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, എന്നാലും മക്കൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ എന്ന ചിഹ്നം. അപ്പൊ ഉദാഹരണത്തിന് ചിരി ഒന്ന് എഴുതി നോക്കിയ എല്ലാ മക്കളും. ചിരി. ആദ്യം ചായ എന്ന അക്ഷരം എഴുതുക. അത് കഴിഞ്ഞ് ഈ ചിഹ്നം യൂസ് ചെയ്യുക. എന്നിട്ടോ രാ എന്ന അക്ഷരം എഴുതുക. എന്നിട്ട് ആ ചിഹ്നം യൂസ് ചെയ്യണം. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം അല്ലെ? അപ്പൊ ചിരി. നെക്സ്റ്റ് തിര. തിര എന്നൊന്ന് എഴുതി നോക്കിയേ. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് തിര എഴുതാൻ എങ്ങനെ പറ്റുന്നു? നെക്സ്റ്റ് നിര. ഇതൊക്കെ വരുമ്പോ ഈ എന്ന ഈ ചിഹ്നമാണ് യൂസ് ചെയ്യേണ്ടത്. ഉണ്ടോ? അപ്പൊ നെക്സ്റ്റ് എങ്ങനെ എഴുതേണ്ടത്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ തിര എഴുതി വള്ളിട്ടു തിര. ഉണ്ടോ? തിര. ഇങ്ങനെയാണ് തിര എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലെ കുറെ പേർക്ക്? നെക്സ്റ്റ് ചിരി ആണെങ്കിലോ എഴുതി വള്ളിട്ടു എഴുതി എന്ത് ചെയ്തു? ഈ എന്ന ചിഹ്നം. ചിരി. നെക്സ്റ്റ് നിര. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കുറെ പേര് എഴുതുന്നുണ്ട് അല്ലെ? മനസ്സിലാവുന്നുണ്ടോ ചിഹ്നങ്ങള്? ദൃശ്യ മനസ്സിലായോ? ദൃശ്യ
ഓക്കെ ശ്രീകൃഷ്ണ, കാശിനാഥ്, അന്ന ഗ്രേസ്, ജുവൽ, ജസ്വൽ, ഏഞ്ചൽ, ആരോൺ ബിനോയി, മസ്ലോബ, ഗാത്രി, സയാൻ. സയാൻ എഴുതുന്നില്ലേ? ഗാത്രി കുട്ടി എഴുതുന്നുണ്ടല്ലോ. അവേദ്യ കുട്ടി എഴുതുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ലക്ഷ്മി അഭിലാഷ് എഴുതുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അലോൺ ജോസഫ് എഴുതുന്നുണ്ട്. ഇലോൺ ഉല്ലാസ് എഴുതുന്നുണ്ട്. മുഹമ്മദ് മിദ്ലാജ് ഒക്കെ എഴുതുന്നുണ്ട്. ഇതാ പാർവണ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ദേവപ്രിയ എഴുതുന്നുണ്ട്. അമ്ന ഫാത്തിമ, അർജുൻ രാജേഷ് എഴുതുന്നുണ്ട്. നസീം മുഹമ്മദ് എഴുതുന്നുണ്ട്. വെരി ഗുഡ്. അഭിരാമി സജിത്ത് എഴുതുന്നുണ്ട്. സമജ്ന, ഗൗരിനന്ദ പി, ഷൻസ ഫാത്തിമ. നെക്സ്റ്റ് പ്രിയങ്ക ചൗഹാൻ, ആൻഡ്രോസ് ജിയോ എഴുതുന്നുണ്ട്. ഷാമിലുനൈസ് എഴുതുന്നില്ലേ മോനെ? ആൽബർട്ട് സ്കറിയ എഴുതുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സാദ് എഴുതുന്നുണ്ടോ? ഉണ്ട്. ആദിനാഥ്, ഷംനാഷിറിന് എഴുതിയിട്ടുണ്ട്. ഹസൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. വൈഷ്ണവ് പി യു എഴുതിയിട്ടുണ്ട്. മഹദിയ, വീഡിയോ ഓണല്ലല്ലോ മോളെ? ഓൺ യുവർ വീഡിയോ. ഓക്കെ, അപ്പോ എല്ലാ മക്കളും എഴുതുന്നുണ്ട് അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ എന്ന ചിഹ്നവും ഈ എന്ന ചിഹ്നവും നമ്മൾ പഠിച്ചു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. അപ്പൊ ഈ എക്സാമ്പിള് മിസ് വായിക്കുന്നുണ്ട് അവിടുന്ന്. അതിലൊന്നും കൂടി പോയിട്ടു അല്ലെ? ഹൈഫൻ ഇട്ടു ഈ എന്ന ചിഹ്നം വള്ളിയിടല് അല്ലെ? ഏതക്ഷരത്തിന്റെ കൂടി വള്ളി. നെക്സ്റ്റ് ഏതാ സ്വരാക്ഷരങ്ങളില്? ഇനി ഈ എന്ന അക്ഷരമാണ് നമുക്ക് ചേരുന്നത് അല്ലെ? അപ്പൊ ഏതാ ചിഹ്നം വരുവോ മക്കളെ? എങ്ങനെയാ വരുവാ? എങ്ങനെയാ വരുവാ സമജ്ഞ? ഈ എന്ന ചിഹ്നം എങ്ങനെയാ വരുവാ? ഈ എന്ന ചിഹ്നം എങ്ങനെ വരും? എങ്ങനെ എഴുതി കാണിച്ചേ? ഈ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചല്ലേ? ഏത്? ചുരുക്ക് വള്ളി അല്ലേ? ഓക്കെ, വള്ളി ചുരുക്കി. ഓക്കെ, ഈ. ഓക്കെ, അപ്പോ അതിനൊരു എക്സാമ്പിൾ. ഈ എന്ന ചിഹ്നത്തിന് ഒരു എക്സാമ്പിള് പീലി എന്ന് എഴുതി നോക്കിയേ. മക്കൾ ആരും ബോർഡിൽ വരക്കല്ല കേട്ടോ മിസ്സിന്റെ. അല്ലെ? ചുരുക്കു വള്ളി ഇട്ടു. എന്നിട്ട് പീലി വരുന്നതിനോ സാധാരണ വള്ളി അല്ലെ? നമ്മൾ ആദ്യം പഠിച്ച ഈ എന്ന ചിഹ്നം. ഓക്കെ, പീലി. നെക്സ്റ്റ് വൺ ചീര. നോക്കിയേ, ചീര എക്സാമ്പിൾ ആണ്. ചീര എങ്ങനെ എഴുതും? എഴുതി ചുരുക്കു വള്ളി ഇട്ടു രാ എഴുതണം അല്ലെ? ഇനി ടീച്ചർ അടുത്തത് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ചീര. മനസ്സിലാക്കിയിട്ട് എഴുതിയാ മതി. അവരൊറ്റക്ക് എഴുതിട്ട് എങ്ങനെയാ ചീ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ട് എഴുതൽ എങ്ങനെയാണെന്ന് മാത്രം. അപ്പൊ ചായയുടെ കൂടെ ആകുമ്പോ ചായ എഴുതി ചുരുക്ക് ചിഹ്നം. വള്ളി. ചീര. ആദൽ സിറിൽ എഴുതുന്നുണ്ടോ മോനെ? എഴുതുന്നുണ്ടല്ലേ? മിസ് ആദലിനെ അന്നേരം കണ്ടില്ല കേട്ടോ. ഓക്കെ, എഴുതിയേ. ഒക്കെ എഴുതുന്നുണ്ടോ മക്കളെ? ഷൻസ ഫാത്തിമ എഴുതുന്നുണ്ട്. പ്രിയങ്ക എഴുതു കേട്ടോ. പ്രിയങ്ക ചിഹ്നങ്ങൾ പഠിക്കണേ. പ്രിയങ്കി, ഗാത്രി ഒക്കെ ചിഹ്നങ്ങൾ നല്ലതുപോലെ പഠിച്ചേ. നിങ്ങൾ കഴിഞ്ഞ പഠിക്കാത്തല്ലേ?
ക്രിസ്റ്റോ ജോൺ എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ചീര. ഒരാളാണ് അന്യോട്ട്. ഇവിടെ കുറച്ചിങ്ങനെ ഇതിന്റെ നേരെ. ഇത് ശരി. ഓക്കെ, ഇതറിയാം അല്ലേ മക്കൾക്ക്? ഓക്കെ, അപ്പോ നമുക്കൊന്നുകൂടി നോക്കാം. അടുത്തത് നെക്സ്റ്റ് എന്താണ്? ഈ 2 എക്സാമ്പിൾ മിസ് കളയുന്നുണ്ട്. മനസ്സിലായോ? എങ്ങനെയാ ചുരുക്കം എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ ജസ്റ്റ് ഒന്നുകൂടി പറയാ. വീതി ഒന്ന് എഴുതി നോക്കിയേ. ഇതിലാജേ ഒറ്റ നോക്കുന്നുണ്ടോടാ? വീതി, വീതി എന്ന് എഴുതി കാണിച്ചേ എല്ലാവരും മിസ്സിനെ ഒറ്റക്ക്. വീതി. വീതി എഴുതിയോ? മുഹമ്മദ് സാദ് ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. ആദിനാഥ് നമുക്ക് മനസ്സിലായോന്ന് അറിയണ്ടേ? വീതി. വീതി എങ്ങനെ വീതി എഴുതുക? വാ എഴുതി ചുരുക്ക് വഴിയിട്ടു അല്ലെ? നമ്മുടെ ഈ എന്ന ചിഹ്നം വി താഴ്തി എന്ത് ചെയ്യണം? സാധാരണ അല്ലെ? ഓക്കെ, വീതി, വീതി. ഓക്കെ, ക്ലിയർ ആണോ? 3 ചിഹ്നങ്ങളെ ഇപ്പൊ മിസ് പറഞ്ഞുള്ളൂ. ക്ലിയർ ആണോ മക്കൾക്ക്? യെസ് ഓർ നോ? ധ്യാൻ, ഭാവിക ക്ലിയർ ആണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇത് കളിയുന്നേ. വീതി, പീലി, ചിഹ്നം പോയി. ഈ അപ്പൊ ഈ ചിഹ്നാണ് നമ്മളിപ്പോ പഠിച്ചത്. ആ, ഈ, അല്ലെ? അപ്പൊ വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ചേരുമ്പോഴുള്ള ചിഹ്നങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ വായാണെങ്കിൽ വി ആവും, തായാണെങ്കിൽ പി, ചായാണെങ്കിൽ ചീ, മായാണെങ്കിൽ മീ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, എല്ലാരും ഒന്ന് പറഞ്ഞേ ഉഷാറില്ലേ? ക്ലിയർ ആണെങ്കിലേ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഈ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി ഏതാ അക്ഷരം? സ്വരാക്ഷരം. അടുത്ത നെക്സ്റ്റ് അക്ഷരം ഏതാ? ഊ എന്ന ചിഹ്നം. ഇത് എവിടെ എഴുതുന്നേ മിസ്സിന്? അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് എവിടെ എഴുതുന്നുണ്ട്? ശ്രദ്ധിക്കണം. ഊ എന്ന ചിഹ്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ? ഏതാണ്? ഓക്കെ, ഊ എന്ന ചിഹ്നം അല്ലേ? ഊ എന്ന ചിഹ്നം. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഊ എന്ന ചിഹ്നം വെച്ചിട്ടുള്ള ആരൊന്ന് പറഞ്ഞേ. ഉമ്മ. ആ ഉമ്മയല്ലല്ലോ, നമ്മൾ വ്യഞ്ജനങ്ങളുടെ കൂടെ കൂടണം. ഉമയാവൂല, സുമയാവും. മനസ്സിലായോ? ഉറി, ഉറി. മക്കളെ, അന്നേരം ഊവല്ലേ വരുന്നുള്ളൂ. ചിഹ്നം എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അമ്ന ഫാത്തിമക്ക് അറിയോ? മുല്ല. ഓക്കെ, കറക്റ്റ്. മുല്ല അല്ലെ? മുല്ല. മാക്ക് ഊ ചിഹ്നം അല്ലെ? നിങ്ങൾ ഉമ എന്ന് പറയുമ്പോ ഈ ഊവ് തന്നെയല്ലേ നമ്മൾ എഴുതുക. പക്ഷെ സുമാന്നാണെങ്കിൽ ഓക്കെ, സാക്ക് ഊ ചിഹ്നം അല്ലെ? ഓക്കെ, അപ്പൊ മുല്ല. പിന്നെയോ മാക്ക് മൂ അല്ലെ? മാക്ക് ഊ ചിഹ്നം ഇടുന്നുണ്ട്. നെക്സ്റ്റ് പുലി അല്ലെ? പുലി. നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ആരെങ്കിലും? ആർക്കറിയാം? മുടി. മുടി. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? മുടി. നെക്സ്റ്റ് ആർക്കാ പറയേണ്ടത്? ധനലക്ഷ്മിക്ക്. ഓക്കെ, പറഞ്ഞു. കുട. വെരി ഗുഡ്. കുട. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്. നെക്സ്റ്റ്
നെക്സ്റ്റ് എന്താ പറയാനുള്ളത്? വേറെ ആർക്കാ ഉള്ളത്? അന്നാഗ്രേസിന് എന്തോ ഉണ്ട് ഊച്ചിനെ കുറിച്ച് പറയാം. പറഞ്ഞോ. പുഴ. വെരി ഗുഡ്. പുഴ. പാക്ക് ഊച്ചിനിട്ടു. നെക്സ്റ്റ് ഗാത്രിക്ക് എന്തോ പറയാനുണ്ടല്ലോ? മുത്ത്. ഓക്കെ വെരി ഗുഡ്. മുത്ത് അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് കാശിനാഥിന് എന്തോ പറയാനുണ്ടല്ലോ? കുറുക്കൻ. വെരി ഗുഡ്. കാക്ക് ഊച്ചിഹ്നമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ അലോൺ ജോസഫിന് എന്തോ പറയാനുണ്ടല്ലോ? പറഞ്ഞോ. കുപ്പി. ഓക്കെ. കാക്ക് ഊച്ചിഹ്നമാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഇവിടെ കുളം. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് അവേദിക്ക് എന്തോ ഉണ്ടല്ലോ? പുല്ല്. വെരി ഗുഡ്. ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സമജിനക്ക് എന്തോ പറയാനുണ്ടല്ലോ? പുഴ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഗാത്രിക്ക് വീണ്ടും ഉണ്ടല്ലോ പറയാൻ. ഏത്? തുഴ. വെരി ഗുഡ്. പുലി. ഓക്കെ വെരി ഗുഡ്. എല്ലാ മക്കൾക്കും ചിഹ്നങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? ഊ എന്ന ചിഹ്നം അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഏതാക്ഷരം? സ്വരാക്ഷരങ്ങൾ നെക്സ്റ്റ് ഏതാക്ഷരം? ഏതാക്ഷരം സയാനെ? സയാനിലാണ് മിണ്ടാതിരിക്കുന്നു. വേഗം പറഞ്ഞോ സയാനെ. ഏതാക്ഷരം നമുക്ക് സ്വരാക്ഷരങ്ങളില്? ഏതക്ഷരം ഇപ്പൊ നമുക്ക് ഇനി ചിഹ്നങ്ങൾ എഴുതേണ്ടത്? ഊ നമ്മൾ എഴുതി. ഊ. ഓക്കെ വെരി ഗുഡ്. ഊ എന്ന അക്ഷരമാണ് നമുക്കിനി എഴുതേണ്ടത് അല്ലെ? ഓക്കെ. ഓൾ ഓഫ് യു ലിസൺ. അല്ലെ? ഊ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. എങ്ങനെയാ? ഇതിന് ചുരുക്ക് ചിഹ്നമാണ് അല്ലെ? ഓക്കെ. ഈ ഊ എന്ന ചിഹ്നത്തിന് ചുരുക്ക് ചിഹ്നം. അത് വൃത്തിയായി. ഓക്കെ. ഇതാണ് ഊ എന്ന ചിഹ്നം. ഓക്കെ. ക്ലിയർ ആണോ? അപ്പോ ഊ എന്ന ചിഹ്നം വെച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. പൂച്ച. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കറിയാം? അഡോൺ. അറിയോ അഡോൺ ജോസഫേ? അഡോൺ. ഊഞ്ഞാൽ. അപ്പൊ അത് ഊ എന്നല്ലേ വരുന്നടാ? നമ്മള് വ്യഞ്ജനങ്ങളുടെ കൂടെ ആഡ് ചെയ്യണ്ടേ? പൂവ്. ഓക്കെ വെരി ഗുഡ്. പൂവ്. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞോ. അപ്പൊ ചിഹ്നം ഇതാണേ. ഇത് മനസ്സിലേക്ക് ഓടി വന്നിട്ടൊന്ന് പറഞ്ഞ എല്ലാ മക്കളും. മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ പലരെയും? ഓക്കെ. പറഞ്ഞോ. ആർക്കൊക്കെയാ പറയാനില്ലേ? കൈപൊക്കിക്കോ. ഇവിടെ അവേദി ഉണ്ട്. പറഞ്ഞോ. ജൂൺ. ഓക്കെ വെരി ഗുഡ്. ജൂൺ മാസം അല്ലെ? ജൂൺ. ഓക്കെ. നെക്സ്റ്റ് ലക്ഷ്മി അഭിലാഷ്. ഒക്കെ കൈപൊക്കുന്നുണ്ട്. പറഞ്ഞോ. ഏത്? കൂട്. വെരി ഗുഡ്. കൂട്. നെക്സ്റ്റ് അടുത്തത്. ഇവിടെ ആരൊക്കെയാ കൈപൊക്കുന്നത് നോക്കട്ടെ. മസ്ലോവ. പറഞ്ഞോ. പറഞ്ഞോ മസ്ലോവ. അൺമ്യൂട്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് ധ്യാൻ. പൂന്തോട്ടം. വെരി ഗുഡ്. പൂന്തോട്ടം. അപ്പൊ ഊ എന്ന ചിഹ്നമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഊഞ്ഞാലാവൂല. പൂവൻ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് നസീം മുഹമ്മദ്. അടുത്തത് പൂമരം. വെരി ഗുഡ് വെരി ഗുഡ്. അഭിരാമി സജിത്ത്. പറഞ്ഞോ. സൂര്യൻ. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്.
നെക്സ്റ്റ് ശ്രീഷ്ണ, എന്റെ ഒന്നും മിണ്ടാതിരിക്കില്ല, വേഗം പറഞ്ഞേ. ഷൻസ, ക്രിസ്റ്റോ, ഇനി ഏതാണ് എക്സാമ്പിള്? സൂര്യൻ. ആദൽ സിറിൽ, അഭിരാമി സജിത്ത് പറഞ്ഞോ മോളെ, മിസ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? കൂൺ, കൂൺ, വെരി ഗുഡ്, കൂൺ. അഹദിയ എന്തായി, മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ ഒരാൾക്കും. അർജുൻ രാജേഷ് ആണ് പറയാനുള്ളത്, അൺമ്യൂട്ട് ചെയ്തങ്ങ് പറഞ്ഞോ. പൂരം, വെരി ഗുഡ്, പൂരം. പൂരം ഏത്? പൂട്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മൂക്ക്, ഓക്കെ, നോസ്, മൂക്ക്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെ ഊ എന്ന ചിഹ്നമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിഹ്നം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ലേ നമുക്ക്? വെരി ഗുഡ്, നല്ല മക്കളാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ ചിഹ്നാണ് പഠിച്ചത്? നമ്മൾ ഇന്ന് ഏതൊക്കെ ചിഹ്നാണ് പഠിച്ചത് മക്കളെ? ഏതൊക്കെയാണ് മിസ് ഒന്നുകൂടി പറയാ. ആ എന്ന ചിഹ്നം പഠിച്ചു. നെക്സ്റ്റ് ഈ എന്ന ചിഹ്നം വള്ളിയാണ്. നെക്സ്റ്റ് ഈ എന്ന ചിഹ്നം ചുരുക്കുവള്ളി. നെക്സ്റ്റ് ഊ അല്ലെ? ഊ എന്ന ചിഹ്നം. നെക്സ്റ്റ് ഊ. അപ്പോ ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ മിസ്സിന് പറഞ്ഞു തന്നു അല്ലെ? നെക്സ്റ്റ് വൺ എന്താണ്? ഇറ് അല്ലേ? ഇറ് എങ്ങനെയാ ഇറ്? സ്വരാക്ഷരങ്ങളിൽ ഊ ഇർ അല്ലേ? ഇർ. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. ഇർ എങ്ങനെയാണെന്ന് അറിയോ ചിഹ്നം എഴുതേണ്ടത്? ഇത് ആരൊക്കെയാ എന്റെ സ്ലേറ്റിൽ വരച്ച മക്കള്? ഇർ, ഇതാണ് നെക്സ്റ്റ് ചിഹ്നം. ഇർ വൃത്തി എഴുതണേ. ഇർ ഏതാണ്? ഇർ. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇർ എക്സാമ്പിൾ അറിയോ? ആർക്കൊക്കെ അറിയാം എക്സാമ്പിൾ? നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇത്ര പൂരി, നൂല്, ഇതൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ പറയാൻ വിട്ടുപോയത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്. ആരൊക്കെ കൈ വന്നിക്കുന്നേ? പറഞ്ഞോ, എന്താണ് ദേവപ്രിയ? മിസ് അൺമ്യൂട്ട് ആൻസേ. കൃഷി, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. അടുത്ത അനന്ത ആരെങ്കിലും പറഞ്ഞോ മക്കളെ? നൈജൽ. ഓക്കെ, ഏത്? കൃഷി അല്ലേ? ഋഷി പറ്റില്ല. ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വ്യഞ്ജനങ്ങളുടെ കൂടെയാണ് അത് യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് നെക്സ്റ്റ്. അതാ ഒരുപാട് പേർക്ക് പറയാനുണ്ടല്ലേ. പറഞ്ഞോ, പറഞ്ഞോ. ഗാത്രി, ഋതുദേവ്, അയോൺ സബിൻ അൺമ്യൂട്ട് ചെയ്തോ മോനെ. ധനലക്ഷ്മി, വെരി ഗുഡ്. കൃപ, കൃപ. നെക്സ്റ്റ് കൃപ. നെക്സ്റ്റ് വൺ എന്താണ്? കൃഷി. പിന്നെയോ? കൃതി, കൃത്യം. പിന്നെയോ? നൃത്തം, നൃത്തം. എങ്ങനെ എഴുതുക നമ്മള്? ഇറ് എന്ന ചിഹ്നല്ലേ? നൃത്തം. ഓക്കെ, നെക്സ്റ്റ്. കൃഷ്ണൻ. കൃഷ്ണൻ.
കൃഷ്ണ അല്ലേ? അയ്യോ ശ്രീകൃഷ്ണക്കൊന്നും അതൊന്നും ഓർമ്മയില്ല. കൃഷ്ണ അവളുടെ ഏച്ചിയുടെ പേരാണ് കൃഷ്ണ. ഓക്കെ നെക്സ്റ്റ് എത്രയുണ്ട് അല്ലേ? മൃഷ്ടാന്നം. പിന്നെയോ അടുത്തത് അൺമ്യൂട്ട് ചെയ്തോ മക്കളെ. മൃഗം. ഓക്കെ വെരി ഗുഡ്. മൃഗം. മൃഗം. വൃക്ഷം. വൃക്ഷം വെരി ഗുഡ്. വൃക്ഷം. ഓക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഏത് മനസ്സിലായില്ല? ത്രിപുര എന്ന് പറയുമ്പോ 3 ആണ് വരിക. മൃദുല. ഓക്കെ വെരി ഗുഡ്. മൃദുല. മൃദുലം. കൃപ. ദൃശ്യ. ഇതാ ഇവിടെ ദൃശ്യ ഇരിക്കുന്നുണ്ട്. ദൃശ്യ പറയുന്നില്ല. ദൃശ്യ. ദൃശ്യം. ഓക്കെ അപ്പൊ ഓരോ ആൾക്കും അറിയാലേ ഇറി എന്ന ചിഹ്നവും നമ്മൾ പഠിച്ചു. അപ്പൊ ആ ചിഹ്നം ഓർമ്മയിൽ വെക്കണം. ഈ എന്ന ചിഹ്നം, ഈ എന്ന ചിഹ്നം, ഊ എന്ന ചിഹ്നം, ഊ എന്ന ചിഹ്നം, ഇറി എന്ന ചിഹ്നം. ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് വെച്ച് ഓരോ വേർഡ്സ് മിസ് എഴുതിക്കും. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും പഠിച്ചിട്ടുണ്ടാവും. ഇത് ബൈഹാർട്ട് എഴുതി പഠിക്കൊന്നും വേണ്ട അല്ലെ? നമ്മൾക്കറിയാം, അക്ഷരങ്ങൾ അറിയാം, അതിന്റെ കൂടെ നമ്മൾ ചിഹ്നങ്ങൾ യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്വരാക്ഷരങ്ങൾ അറിയാം, വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാം, ചിഹ്നങ്ങൾ പറഞ്ഞു, ചില്ലക്ഷരങ്ങൾ പറഞ്ഞു. അപ്പൊ മലയാളത്തിൽ എല്ലാം എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെല്ല് എന്ന പാഠം എടുക്കണം, ബാക്കി ചിഹ്നങ്ങൾ പഠിക്കണം അല്ലേ? ഓക്കെ നല്ല മക്കളായിട്ട് എന്ത് ചെയ്യുക? എല്ലാരും എഴുതി പഠിക്കണേ. നമ്മുടെ അക്ഷരദീപം ബുക്കില് ഹോംവർക്ക് എഴുതണേ. ഓക്കെ ബൈ ബൈ ബൈ. സി യു. പോയാ മക്കളെ? ബൈ. നെറ്റ് പോയോ?